ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. അയ്യോ, വിശന്നിട്ട് ഉറക്കം വന്ന് കാണില്ലല്ലേ? പട്ടിണി കിടക്കാൻ പാടില്ല കേട്ടോ, പ്രത്യേകിച്ചും പ്രഗ്നന്റ് ആയ ഒരു പെണ്ണ്. വേഗം കഴിച്ചേ. എന്താ ഞാൻ പറഞ്ഞു കേട്ടില്ലേ? കഴിക്കുമോളെ. എനിക്ക് വേണ്ട. നിനക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണ്ട. ഈ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരേണ്ടത് എന്റെ ആവശ്യം. എന്നാലല്ലേ ആരോഗ്യത്തോടെ അത് പുറത്തു വരുമ്പോ എനിക്കതിനെ ആരോഗ്യത്തോടെ കൊല്ലാൻ പറ്റൂ. കഴിക്കുമോളെ, കഴിക്കേ. നീ കഴിക്കുന്നത് ഈ അച്ഛന് കണ്ണു നിറയെ കാണണം. വാ വാ വാ, കഴിക്കുമോളെ. കഴിക്കണ്ട പൊന്നുമോളെ. കഴിക്കാം. എന്താടി, ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം നിനക്ക് വേണ്ടേ? ഞാൻ ഉണ്ടാക്കിയോണ്ടാണോ നീ കഴിക്കാത്ത? അതും നിനക്കെന്നെ ഭയമാണോ? ഞാനിതിൽ വല്ല വിഷവും തെളിച്ചിട്ടുണ്ടോ നിനക്ക് ആശ കണ്ടോ? ഇല്ല, ഒന്നും ഞാൻ കലർത്തിയിട്ടില്ല. ഇല്ലെന്നേ. അങ്ങനെ ഞാൻ നിന്നെ ഒറ്റയടിക്ക് മരണത്തിന് വിട്ടുകൊടുക്കും നിനക്ക് തോന്നുന്നു. അങ്ങനെ ഞാൻ നിന്നെ കൊന്ന നീ രക്ഷപ്പെടില്ല. അങ്ങനെ നീ രക്ഷപ്പെട്ട പിന്നെ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടും. മരിക്കണം. നീ ഇഞ്ചിഞ്ചായി മരിക്കണം. എനിക്ക് കാണണം. അതിനു മുമ്പ് കളിക്കാവുന്ന നാടകങ്ങളൊക്കെ ഞാൻ കളിക്കും. ശ്രീനി, പ്ലീസ് ശ്രീനി, വേണ്ട. ഹലോ സർ. അദത്ത, എന്തായി? എന്റെ കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദയവ് ചെയ്ത് അവളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി എനിക്ക് തിരിച്ചു തരണം. അന്വേഷിക്കുന്നുണ്ട് സാർ. ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. സാർ വിഷമിക്കണ്ട. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ വിത്തിൻ അവേഴ്സ് അവരെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് കഴിയും. എത്ര കാലമായി ദത്ത താനിങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്? ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? സീനിസ്റ്റർ മോഹത്തിൽ ഒരച്ഛന്റെ മാനസികാവസ്ഥ താങ്കൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ ജോലി പോലും വലിച്ചെറിഞ്ഞത് അവൾക്ക് വേണ്ടിയാ. അവളില്ലാതെ ഞങ്ങൾക്കൊരു ജീവിതമില്ല. നിങ്ങൾ ഒരു നിമിഷം എന്റെ മനസ്സിലേക്കൊന്ന് കയറി നോക്ക്. അപ്പൊ അറിയാതിന്റെ വേവ്. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ യാചനയാണെന്ന് കരുതണം. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാത്ത എന്റെ മോളെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തരണം. സാർ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഒരു വീഴ്ച വരില്ല. അറ്റ് എനി കോസ്റ്റ് അവരെ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. സാറിന് വികാരം എനിക്ക് മനസ്സിലാവും. മതി, ഇത്ര മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ഞാനും എൻ്റെ ഭാര്യയും മുത്തശ്ശിയും ഇതേ മാനസികാവസ്ഥ തന്നെയാ കഴിഞ്ഞ കുറെ കാലമായിട്ട് ജീവിക്കുന്നത്.
അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് സാറിന് മാത്രം ആവശ്യമല്ല, എന്റെ കൂടിയാണ്. ഞാൻ സാറിന് വാക്ക് തരിക, എത്രയും പെട്ടെന്ന് ഞാൻ അവരെ കണ്ടുപിടിച്ച് സാറിന് മുന്നിൽ എത്തിച്ചിരിക്കും. മതി, എനിക്കത് കേട്ടാ മതി ദത്ത. എനിക്ക് ദത്തിന് വിശ്വാസം, എനിക്ക് 100% വിശ്വാസം. എന്റെ കുഞ്ഞിനെ ജീവനോടെ ദത്തിന്റെ കൺമുമ്പിൽ എത്തിക്കുന്നത് 100% എനിക്ക് ഉറപ്പാണ്. അതെ സാർ, 100% ഉറപ്പ്. മോളെ ഹലോ ഹലോ, SP മാധവൻ സാറല്ലേ? അതെ, നിങ്ങളാരാ? ഒരു ഇൻഫോമറാ സാർ. എന്താ കാര്യം? വളരെ വിലപിടിപ്പുള്ള ഒരു വിവരം സാറിന് അറിയിക്കാനാണ് വിളിച്ചത്. എന്താ? സാറിന്റെ ബ്രദറിലോ ആദിത്യൻ ലൂയിസ് പഞ്ഞിക്കാരന്റെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് രാത്രിയിൽ അവൻ കൊല്ലപ്പെടും. വൈകിയെത്തിയ ഈ കോളുകൊണ്ട് സാറിന് അവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അറിഞ്ഞപ്പോ പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്തോ എന്റെ ഈ ഒരു കോളുകൊണ്ട് ചിലപ്പോ ഒരു ജീവൻ രക്ഷപ്പെട്ടാലോ. എന്തായാലും നിങ്ങളൊന്ന് ശ്രമിക്ക്. ഹലോ, അവന് ജീവനോടെ കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. അല്ല നിങ്ങൾ ഹലോ, ഇവളെന്താ ഈ നേരത്ത്? എന്താ അമ്മി? ദത്തേട്ട, ഈ നേരമായിട്ടും മുത്തശ്ശിയും ഗോമതി ചേച്ചിയും മടങ്ങി വന്നിട്ടില്ല. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വേറെ ആരോട് പോയി പറയാനാ? നീ ആരോടെങ്കിലും പോയി പറ. ദേമി, നിന്റെ മുത്തശ്ശി കാണിക്കുന്ന ഓരോ ഭ്രാന്തിനും കൂട്ടുവയ്ക്കാൻ എന്നെ കിട്ടില്ല. ദത്തേട്ട, ഞാനിവിടെ ആരും കണ്ടി ഭ്രാന്ത് പിടിച്ചിരിക്കുക. നീ ഫോൺ വെച്ചേ. നിങ്ങളൊക്കെ ആരാ? എന്നെ എന്തിനാ ഇങ്ങനെ തല്ലുന്നേ? ഉത്തരം ഞാൻ പറഞ്ഞാ മതിയോ? നിന്നെ തല്ലുന്നത് കൊല്ലാൻ വേണ്ടിയാ. വാ പൊന്നുമോനെ ആദിത്യ, ചാവുന്നതിന് മുമ്പ് ആ സത്യം നിന്നോട് ഞാനങ്ങ് തുറന്നു പറഞ്ഞേക്കാം. നിന്നെ കൊന്നത് ആരാണെന്നുള്ള സത്യം. എന്റെ കുട്ടനെ കൊന്നതേ ലൂയിസ് പഞ്ഞിക്കാരൻ. ഈ കൊലപാതകം ഞാൻ അവന്റെ മണ്ടയിലോട്ടം കെട്ടിവെക്കും. ഏതായാലും മോന്റെ കാര്യത്തിലൊരു തീരുമാനമായി. അല്ല, ചാവാൻ മോന് പേടിയൊന്നും ഇല്ലാലോ അല്ലേ?